അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയമില്ലാതില്ല. കാര്യം മറ്റൊന്നുമല്ല. റബ്ബേ, സഫീറിനെ കാണുന്നില്ലല്ലോ അല്ലാ. ഇവിടെ ഈ പ്രായമായ ഉമ്മയും ആയിഷയും മോളും ഞാനും തനിച്ച്. എനിക്ക് ഭയമുണ്ടായിട്ടല്ല, പക്ഷേ ഞാൻ ഭയക്കുന്നത് മറ്റെന്തൊക്കെയോ ആണ്. അതായത് ഒന്നുമല്ല, സഫീറിനെ ഇനി ആ ഉമ്മയും ജ്യേഷ്ഠനും വിട്ടില്ലെങ്കിലോ, അതായിരുന്നു അവളുടെ മനസ്സിലെ ഭയം. അവൾ പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, ഒന്നും സംഭവിക്കരുതേ അല്ല. കാരണം അവരുടെ കളി തീക്കളിയാണ്. സഫീർ നല്ലോണം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കൽ പോലും എനിക്ക് സഫീറിന് തിരിച്ചു കിട്ടില്ല. എന്നാൽ റിസ്വാന വക്കീലിൻ്റെ മനസ്സിൽ ഭയം കൂടിക്കൂടി വന്നു. കാര്യം മറ്റൊന്നുമല്ല, അതെ, മറ്റന്നാളാണ് ആ ഒരു വിവാഹം. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ട് പറഞ്ഞ വിവാഹം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിക്കാഹിന് വേണ്ടി അല്പം ഞാനൊരു അഭിനയിച്ച് കാണിക്കും. പക്ഷെ ഒരിക്കൽ പോലും ഞാനത് ഉൾക്കൊണ്ട് ചെയ്യുകയില്ല. അതുമാത്രമല്ല, അവളുടെ കൂടെ ചിലപ്പോൾ എനിക്ക് അല്പസമയം വീട്ടിലേക്ക് നടക്കേണ്ടി വരും. ഞാനും അവളും ഭാര്യ ഭർത്താവായി അഭിനയിക്കും. പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെയാവില്ല. അത് ഒരു താൽക്കാലിക അവസ്ഥക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം മാത്രം. ശരിക്കും തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം റിസ്വാന വക്കീൽ ഓർത്തു. സമയം ഏറെ വൈകി. എന്നാൽ ഈ സമയം അതാ പുളിക്കൽ തറവാട്ടിൽ നിന്ന് സഫീർ പോരുവാൻ വേണ്ടി നിൽക്കുന്നു. എന്നാൽ ജസീർ വളരെയധികം സ്നേഹത്തോടു കൂടി, എൻ്റെ മോനെ സഫീർ, നീ പോവാണോ? സത്യം പറഞ്ഞാലേ, നീ പോവാന്ന് വെച്ചാൽ എനിക്ക് വല്ലാത്ത സങ്കടമാണടാ. നീ ഇങ്ങനെ പോവല്ലേ. എവിടേക്ക് നീ പോകുന്നത്? അത് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്നാൽ ഉമ്മയും പറഞ്ഞു, എവിടേക്കാ ഈ നട്ടപ്പാതിര നേരത്ത് ഈ എവിടേക്കാ പോണത്? ഈ എവിടേക്കും പോകുന്നു വേണ്ട. എന്തിനു പോണ്? പോകുകയേ വേണ്ട. ആ, എന്താന്നില്ലേ, ഇനി മറ്റന്നാളാണ് കല്യാണം എൻ്റെ. അത്രയും ജനങ്ങൾ കൂടി. ഇന്നൊക്കെ എത്ര ആൾക്കാരെ വന്നത്. നാളെ കയറ്റി ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഈ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ശരിക്കും ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് സഫീർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഉമ്മാ, ജസീർ വിളിക്കുന്നു. എന്താടാ? അവൻ പോയിക്കോട്ടെ, അവന് മറ്റന്നാളെ പുതിയാപ്പിള ഇറങ്ങാനുള്ളതല്ലേ. അപ്പോൾ അവന് റിലാക്സ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ പെണ്ണ് കെട്ടിയാലേ കയ്യും കാലും കെട്ടിയ പോലെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനും പറ്റൂല, തിരിയാനും പറ്റൂല, മറിയാനും പറ്റൂല, എല്ലാത്തിനും കൺട്രോളായിരിക്കും. നിങ്ങളെങ്ങോട്ടാണ് പോകണത്? നിങ്ങളെപ്പോഴാണ് വരിക? എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് പല രീതിയിലും ഉള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, അവരങ്ങ് പോട്ടെ, അവൻ പോയിക്കോട്ടെ, അവൻ റിലാക്സ് ചെയ്യട്ടെ, 2 ദിവസമല്ലേ. എടാ, മറ്റന്നാളെ മണവാളൻ ചമയുമ്പോഴേ ഇക്കാനൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. ശരിക്കും ജസീറിൻ്റെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ സഫീറിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി. നിങ്ങൾ ഉമ്മ അവനെ വിട്ടു പറഞ്ഞേച്ചേക്ക്. എന്തിനാ അവനെ പിടിച്ചു വെക്കുന്നത്? അവൻ്റെ എൻജോയ്മെൻറ്റും കാര്യങ്ങളുണ്ടാവും. അവൻ്റെ ഇഷ്ടമുള്ളിടത്തേക്ക് പോട്ടെ. മറ്റന്നാളെ മറക്കല്ലേട്ടോ മോനെ. മറ്റന്നാൾ കൃത്യസമയത്ത് നീ രാവിലെ തന്നെ എത്തണം. മറ്റന്നാൾ മണവാളനായിട്ട് ഇറങ്ങി പോകാനുള്ളതാണ് നിക്കാഹിന് വേണ്ടി. പുളിക്കൽ തറവാടിനേക്കാൾ വലിയ പന്തലും കാര്യങ്ങളും എല്ലാം ഉമ്മാൻ്റെ ആ തറവാട്ടുകാർ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഉമ്മാൻ്റെ ആങ്ങള ഒട്ടും മോശക്കാരനല്ല, വാശിയിലും വൈരാഗ്യത്തിലും. കാര്യം എന്തായാലും നമ്മളെക്കാളും ഒരു പടി മുമ്പിൽ തന്നെ നിൽക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ വാശി. നടക്കട്ടെ. എന്തായാലും സഫീർ പോയിക്കോ. എടാ, ഇനി പോകണ്ട. ഇനി ആകെ 2 ദിവസം, മറ്റന്നാളെയാണ്. എന്താ ഇത്? ഇനി എന്തിനൊരു പോക്ക് പോകുന്നത്? ഉമ്മ, അവൻ പോയിക്കോട്ടെ. അവൻ പോയിട്ട് ഒന്ന് റിലാക്സ് ആകട്ടെ. മറ്റന്നാൾ അവന് വരാനുള്ളതല്ലേ. അല്ലടാ, നീ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണോ പോകുന്നത്? പുതിയാപ്പിള ഇറങ്ങാനുള്ളത്. അത് എങ്ങനെയാണ് സംഭവം? അത് ഇവിടുന്ന് എന്ത് നീ ചെയ്യുന്നത്? ഇൻഷാ അല്ലാ ഞാൻ എങ്ങനെ വെച്ചാൽ നോക്കിക്കോളാം. പിന്നെ എന്നാ പോട്. സഫീർ ഇപ്പോൾ പോവണ്ട. ഉമ്മ വാശി പിടിക്കുന്നു. എന്താ ഉമ്മ, അവൻ പോട്ടെ. സഫീർ പോയിക്കോ. ശരിക്കും അത് ജസീറിൻ്റെ വാക്കുകൾ കേട്ട സഫീർ ഒരു നിമിഷം പകച്ചു നിന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ. എന്ത് സഫീർ, പോയിക്കോ. നീ നിൻ്റെ സന്തോഷം കണ്ടെത്ത്. അല്ലാതെ ഒരിക്കലും ഉമ്മയുടെ കാൽക്കീഴിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കല്ലേ വേണ്ടത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് ജസീർ പറയുന്നത്. ഒരിക്കൽ പോലും തനിക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കാറില്ല. ഇപ്പോൾ തന്നോട് ഭയങ്കരമായൊരു സ്നേഹമുള്ളത് പോലെയാണ് പറയുന്നത്. സഫീർ പോയിക്കോ. ഉമ്മവും പോയിക്കോട്ടെ. എന്തിനാണ് നിങ്ങൾ പിടിച്ചു വെക്കുന്നത്? ഇനിയിപ്പോൾ നാളെ വരുമോ? നാളല്ല, മറ്റന്നാൾ രാവിലെ ആവും വന്നാൽ മതി. നാളെ ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അതൊക്കെ നമുക്ക് കാര്യം മാനേജൊക്കെ ചെയ്യാം. മറ്റന്നാളെ അവൻ പുതുമണവാളനായി. അല്ലടാ, നീ ഏത് വഴിയാണ് ഇപ്പോൾ എങ്ങോട്ട് പോകുന്നത്? അത് ഞാൻ നമ്മുടെ ബൈപ്പാസ് വഴി അങ്ങനെ. ആ, ഓക്കെ ഓക്കെ, എന്നാൽ ശരി. അങ്ങനെ അത് സഫീർ കാറിലേക്ക് കയറുന്നു. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. എൻ്റെ പൊന്നാര മോനെ, വല്ലാത്തൊരു പുതുമായിപ്പോയി. ഇന്നിപ്പോൾ ഈ പൊക്കി പോകണ്ടില്ലായിരുന്നു. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? അവനെന്താ മറ്റന്നാളെ പുതിയാപ്പിള വെച്ചിട്ട് ഇന്ന് തന്നെ ഇവിടെ വന്ന് നിൽക്കണമെന്നുണ്ടോ? അല്ലേ ഓന് എവിടേക്ക് പോണേ? വേറെ റൂം എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇവിടെ വീടുണ്ടല്ലോ. എന്തിനാ പോണത്? ഉമ്മ പ്ലീസ്, അവനവൻ്റെ എൻജോയ്മെൻറ്റ് നടക്കട്ടെ. അവനിഷ്ടം ഈ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീടാണെങ്കിലും ഇവിടെ ഉമ്മയും ജ്യേഷ്ഠനും എല്ലാവരും ഉണ്ടാകുമ്പോഴേ അവനവൻ്റെ സന്തോഷം ഉണ്ടാവില്ല. അവന് സന്തോഷമുള്ളത് കണ്ടെത്തി ജീവിക്കട്ടെ. നമ്മളെന്തിനാ തടസ്സപ്പെടുത്തുന്നത്? എന്താ ജസീറ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ കുറേ നേരമായില്ല അവനോട് ഇങ്ങനെ പറയുന്നത്. എന്ത് കാര്യം ഈ പറയുന്നത്? എനിക്ക് തീരെ ഒരു ഇതില്ലേ ഉമ്മ? ജസീർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കാര്യമായിട്ടൊരു കാര്യം ഉണ്ടാവും. ജസീർ വെറും വാക്കൊന്നും പറയാറില്ല, പറഞ്ഞതൊക്കെ നടത്തിയിട്ടുള്ളൂ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവന് പോയിക്കോട്ടെ. അങ്ങനെ അതാ സഫീർ അവിടെ നിന്ന് പോകുവാൻ നിന്നപ്പോൾ അതാ ഫോണിലേക്ക് കോൾ വരുന്നു. അതെ, റിസ്വാന വക്കീൽ. ഹലോ ഇക്ക, എവിടെ? വരൂലേ? ഇൻഷാ അല്ലാ, അതാ ഞാൻ ഇറങ്ങിട്ടോ. എന്തിത്ര ലേറ്റായത്? എന്താ പേടിയായോ എണ്ണേ? പേടിയായിട്ടില്ല, പക്ഷേ എനിക്ക് അകപ്പാട് ടെൻഷൻ. എന്ത് ടെൻഷൻ? ഒന്നുമല്ല, എനിക്ക് ടെൻഷനാണ്ട ആവശ്യമൊന്നുമില്ല. ആ പിന്നെ എന്താ, ഞാൻ ഈ ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിഷമം? ഇക്ക, വിഷമം പിന്നെ ഇല്ലാണ്ടിരിക്കുമോ? എന്തായാലും ഒരു പെണ്ണിൻ്റെ കൂടെ അങ്ങ് നിക്കാഹിന് വേണ്ടി, അവളുടെ നിക്കാഹിന് വേണ്ടിയിട്ട് അതിൽ ഒരുമിച്ച് ചേരുക, നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായി അല്പസമയം നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും എന്തായാലും അതൊരു നീ വിഷമിക്കേണ്ട പെണ്ണേ, നീ എന്തിനു വിഷമിക്കണ്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ചിന്തയെ വന്നിട്ടില്ലല്ലോ. എൻ്റെ ഒരു മൂത്ത താത്തയെ പോലെ ഞാൻ അവരെ കണ്ടത്. ഒരു താൽക്കാലികമായിട്ട് അങ്ങനൊരു അവളുടെ നിർബന്ധം അല്ല. എന്താ അല്ല, ഞാനൊന്നും, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാനങ്ങനെ ചെയ്യുമോ? ഞാനങ്ങനെ അവളെ ഇഷ്ടപ്പെട്ട്. ഇക്ക ഒന്നുമില്ല, നിങ്ങൾ വേഗം പോരി, എനിക്കിപ്പോൾ സമാധാനമായി. ഞാൻ വിചാരിച്ചു ഇനി വരില്ലെന്ന്. എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് ഞാൻ വരാതെ? എനിക്ക് ആറ്റുനോറ്റ് കിട്ടിയ മണിമുത്താണ് നീ. അല്ല, എവിടെ വല്യമ്മയും ആയുഷ്യവും ആമയൊക്കെ ഉറങ്ങിയോ? അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. വല്യമ്മ കുറേ ഇവിടെ വെയിറ്റ് ചെയ്തു. മോൻ വന്നിട്ട് ഞാൻ ഉറങ്ങണുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വല്യമ്മ നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും, വേഗം പോയി ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ പെണ്ണ് മാത്രം, ഇല്ലിക്ക, നിങ്ങളില്ലാതെ ഇങ്ങനെ എനിക്ക് ഉറക്കം വരുമോ? നിങ്ങൾ വീട്ടിലെത്തി എൻ്റെ കൂടെ ഇവിടെ എത്തി അല്പം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. സത്യമായിട്ടൊക്ക എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വേഗം വരി. ഇതാ വരുന്നു കേട്ടോ. അങ്ങനെ അതാ സഫീർ വേഗത്തിൽ കാറോടിച്ചുകൊണ്ട് ആ രാത്രി അങ്ങോട്ട് വരുന്നു. റിസ്വാന വക്കീൽ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. പഠിച്ചോനെ റബ്ബേ, നീ കാത്തുരക്ഷിക്ക്. ശത്രുക്കളുടെ ഇടയിലാണ് കഴിയുന്നത്. സ്വന്തം ജ്യേഷ്ഠനാണ്, ഉമ്മയാണ്, പക്ഷെ ഒന്നിനും മടിക്കാത്തവരാണ് അവർ. ആ പാതിരാത്രിയിൽ ആ പാവപ്പെട്ട ഗർഭിണിയായ പെണ്ണിനെ ഇറക്കി വിട്ടതല്ലേ ആ ഉമ്മ. പിന്നെ അത് മാത്രമല്ല, കൊടും ചെയ്തിയല്ലേ ജസീർ ചെയ്തത്. ആദ്യഭാര്യൻ്റെ കാലുകൾ വരെ ചലനശേഷി ഇല്ലാതാക്കിയില്ലേ. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പഠിച്ചോനെ ദുഷ്ടത്തരങ്ങൾ മാത്രം ചെയ്യുന്ന ആളുകളാണ്. പഠിച്ചോനെ പേടിയാണ് റബ്ബേ. അല്ല നീ കാക്ക്. അങ്ങനെ അതാ ഒരുപാട് സമയത്തെ കാത്തിരിപ്പിന് ശേഷം സഫീർ അതാ വീട്ടിലെത്തി. അവൾ അതാ കോലായിൽ തന്നെ നിൽക്കുകയായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇക്ക, ഈ രാത്രി ഒരുപാട് വൈകിയപ്പോഴേ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു കേട്ടോ. നീ സങ്കടപ്പെടുന്നു വേണ്ട പെണ്ണെ, ഞാൻ എത്തിയില്ലേ. എന്നാലും ഞാൻ വിചാരിച്ചു ഇനി വരില്ല എന്ന്. കരയല്ലേ, ശബ്ദം ഉണ്ടാക്കാതെ നമുക്ക് അകത്തേക്ക് കയറാം. അല്ലെങ്കിൽ ഇനി വല്യമ്മ ഉണരും, അവരുണരും, കുഞ്ഞുണരും, ആരും ഒന്നും അറിയണ്ട. പിന്നിക്ക, എന്തായിരുന്നു ഇത്രയും ടൈം? ഉമ്മ വിടുന്നില്ലായിരുന്നു. അത് കേട്ടപ്പോൾ അതാ റിസ്വാന ഞെട്ടിപ്പോയി. എന്ത്?
അതെ, ഉമ്മ വിടുന്നില്ലായിരുന്നു. ഉമ്മ പറഞ്ഞു, ഇനി മറ്റന്നാളല്ലേ കല്യാണം, ഇനിയിപ്പോൾ നീ പോവണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ അത് റിസ്വാനയുടെ മുഖം വല്ലാതെയായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്ക, എന്താ പെണ്ണെ, നീ കരയാണോ? ഇല്ല, എൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് വഴിമാറി പോകുന്നുണ്ടെന്ന് ഞാൻ. എന്താ പെണ്ണെ, അതൊക്കെ വെറും ഒരു അഭിനയം. എന്താ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ. ഇക്ക, അങ്ങനെയല്ല. എന്നാലും ഏതൊരു പെണ്ണും അത് സഹിക്കൂലിക്ക. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദന ഉണ്ട്. പക്ഷേ എന്നാലും പുറത്ത് എനിക്ക് തോന്നാണ് സഫീർ ഇനി അവളെന്തായാലും നിക്കാഹ് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ തന്നെയാലും അതങ്ങ് സ്വന്തമായി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷമാവൂലേ. എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ലത്. എൻ്റെ പെണ്ണെ, നീ അല്ലാതെ എനിക്കൊരു പെണ്ണില്ല. ഇക്ക അതൊക്കെ പറയും. പക്ഷേ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും ഒരു സുന്ദരി പെണ്ണിനെ അടുത്ത് കിട്ടുമ്പോൾ, അതും അവളെ നിക്കാഹ് കഴിച്ച് സ്വന്തം മണവാട്ടി എന്നുള്ള നിലയ്ക്ക് ലോകം അംഗീകരിച്ചതാകുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും അവളോടൊരു ഇഷ്ടം തോന്നും. പിന്നെ ഞാൻ എത്രയായാലും അപ്പോൾ പഴയതായി മാറും. അപ്പോൾ നൂർജഹാനുമായി വയസ്സിന് 1-2 വയസ്സ് മൂത്തെന്ന് വിചാരിച്ചിട്ടെന്താ? അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ, സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വയസ്സൊന്നൊരു പ്രശ്നമേ അല്ല. അല്ലെങ്കിലും ഇപ്പോൾ ചെറിയ ചെക്കന്മാരോടാണ് വലിയ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. നേരെ തിരിച്ചും ചെറിയ ചെക്കന്മാർക്ക് വലിയ പെണ്ണുങ്ങളെയാണ് പൊതുവേ ഇഷ്ടം. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ ഒരു തലമുറ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ റിസ്വാൻ, നിനക്ക് വേറൊന്നും പറയാനല്ലേ? സഫീറിൻ്റെ വാക്കുകൾ കേട്ട് അവളൊന്ന് മൗനം പാലിച്ചു. അല്ലിക്ക, ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ല കേട്ടോ, സാരമില്ല. ആ പെണ്ണിൻ്റെ ഭാവി ജീവിതം രക്ഷപ്പെടട്ടെ. അങ്ങനെയെങ്കിലും ഇനി ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. പക്ഷേ മനസ്സിനുള്ളിലത്തെ വേദന അറിയാതെ. ഓഹോ, അപ്പോൾ അതിനായിരിക്കുമല്ലോ നീ എന്നെ വിളിച്ചത്? അത് എനിക്ക് തോന്നി ഇനി വരില്ലേന്ന്. ഇനി വരില്ല, ഞാൻ ഒറ്റയ്ക്ക് ആയിട്ട് കഴിയേണ്ടി വരുമോ, സിംഗിളായി കഴിയേണ്ടി വരുമോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്ക് വന്നു. അതുകൊണ്ടാണിക്ക, അല്ലാതെ ഒന്നുമല്ല. എൻ്റെ പെണ്ണെ, അവളെ അതാ അവൻ നെഞ്ചോട് ചേർക്കുന്നു. നീ എന്താ വിചാരിച്ചത്? ഞാനെങ്ങനെ അങ്ങനെ ചെയ്യോ? നിന്നെ വിട്ട് വേറെ ആരെങ്കിലും കൂടെ ഞാനെങ്ങനെ പോവോ? ഞാൻ പറഞ്ഞില്ലേ, വെറും ഒരു അഭിനയം മാത്രം. അത് കഴിഞ്ഞ് അവളെ സ്റ്റേജിലേക്ക് ഒന്ന് ജസ്റ്റ് ഫോട്ടോഷൂട്ട് ഉണ്ടാവും ഒരു പക്ഷേ ഇക്ക, ഫോട്ടോഷൂട്ടിൽ എന്തൊക്കെയോ പിടിക്കാനും അങ്ങനെ ചുംബനം അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അതിനൊന്നും ഞാൻ നിൽക്കൂല. ഞാൻ പറയും സാധാരണ രീതിയിലുള്ളൊരു ഫോട്ടോഷൂട്ട് മതി എന്ന് പറയും. ആ മാഞ്ഞാളം കൊഞ്ചലൊന്നും അത് എന്നെ കിട്ടില്ല. ഒരുപാട് ആളുകളുടെ ഇടയിൽ വെച്ച് ചുംബിക്കുക, ഒരുപാട് ആളുകളുടെ ഇടയിട്ട് വട്ടം കറങ്ങുക, വേറെന്തോ ആദ്യം മുസ്ലിംസിലൊന്നും ഈ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ്. ഉമ്മയുണ്ടാവും, ബാപ്പയുണ്ടാവും, മൂത്താപ്പാർ, ഇളാപ്പാർ, അവരൊക്കെ ഇടയിൽ വെച്ചിട്ട് ആ ചെക്കന് ആ പെണ്ണിനെ പോയി ചുംബിക്കുക. അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നാണക്കേടുള്ള പരിപാടിയാണ്. നമ്മളതൊക്കെ വേണം, അതൊക്കെ രഹസ്യമായിട്ട് നമ്മളെ വീടിനകത്ത്, റൂമിനകത്ത്. പക്ഷേ ഇത് അത്രയും ആളുകളുടെ ഇടയിൽ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതൊരു പ്രയാസമാണ്. ഞാൻ അതിനൊന്നും നിൽക്കില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ, അത് കഴിഞ്ഞ് അകത്തേക്ക് കയറ്റിലും ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, അതേ ഉള്ളൂ എൻ്റെ ഡ്യൂട്ടി. എന്നാൽ അതാ റിസ്വാന കരയുകയായിരുന്നു. ഇക്ക, വേണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. വിവാഹം അഭിനയമാവണമെന്നില്ല, അത് യഥാർത്ഥമാക്കിക്കോളൂ. അതെ, ഒരിക്കൽ പോലും നിങ്ങളെ ഞാൻ ഒന്നും പറഞ്ഞ് ഉപദ്രവിക്കില്ല. സത്യമായിട്ടും അവരെ കൂടെ കൂട്ടിക്കോളൂ. ശരിക്കും റിസ്വാന വക്കീലിന് ദേഷ്യം പിടിച്ചുകൊണ്ടാണ് സഫീർ നോക്കിയത്. നിനക്ക് എങ്ങനെ എന്നോടത് പറയാൻ തോന്നി? അപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെയും. പക്ഷേ എൻ്റെ സ്നേഹം ഞാൻ മറ്റൊരാൾക്കും പകുത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നിനക്കുള്ളത് മാത്രമാണ്, നിനക്ക് മാത്രം. എന്താ, നിനക്കെന്താ, എന്നെ മടുത്തോ? എന്നാൽ റിസ്വാന വക്കീൽ അത് കേട്ടപ്പോൾ കരഞ്ഞു. ഇക്ക, അങ്ങനെയൊന്നുമല്ല ഒരിക്കലും. പക്ഷേ എനിക്ക് സാരല്ല, വാ. അങ്ങനെ അതാ അവർ രണ്ടുപേരും ആ രാത്രിയുടെ യാമത്തിൽ സുഖസുന്ദരമായി ഉറങ്ങുന്നു. എന്നാൽ റിസ്വാനക്ക് ഉറക്കം കിട്ടുന്നില്ല. സഫീറാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്തു. ഇത്ര പെട്ടെന്നാണ് സഫീർ ഉറങ്ങിയത്? എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. അല്ലാ, സഫീറിൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അതാ നമ്മുടെ റിസ്വാന വക്കീൽ ഉറങ്ങുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. എന്തായിരിക്കും ഇനി സഫീറിൻ്റെ അവസ്ഥ?
ഒരുപക്ഷെ നൂർജഹാൻ അവനെ അങ്ങ് സ്വന്തമാക്കുമോ? എൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് അതുവരേക്കും അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവസാനം വാക്ക് മാറുമോ എന്നുള്ളൊരു ഭയം നമ്മുടെ സഫീറിനുണ്ടായിരുന്നു. എന്നാൽ സഫീറിൻ്റെ മനസ്സിനുള്ളിലെ ആ ഒരു വിശ്വാസം അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ അവൻ തയ്യാറല്ല. തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വാക്ക് കൊടുത്തതാണ് ഇതെല്ലാം ഒരു അഭിനയമാണെന്ന്. അതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാവില്ല. അത് സഫീറിന് നന്നായിട്ടറിയാം. എന്തൊക്കെ തന്നെയാലും അതാ സഫീറിൻ്റെ വിവാഹം അതെങ്ങനെയായിരിക്കും, അതിനു വേണ്ടി നമുക്ക് കാതോർക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.